നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിക്കാം. കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ആ ഭവനത്തിൻ്റെ ആ ഒരു സങ്കടം, കണ്ണുനീര് യേശുവിൻ്റെ കയ്യിലേക്ക് കൊണ്ടെത്തിച്ച പരിശുദ്ധ മറിയം ആ ഭവനത്തോട് പറയുകയാണ്, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവേൻ, അവൻ പറയുന്നത് ചെയ്യുവേൻ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവ് ആഗ്രഹിക്കുന്നത് യേശു പറയുന്നത് ചെയ്യാനാണ്. യേശു പറയുന്ന ഈശോ കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാനാ പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്വർഗം ആഗ്രഹിക്കുന്നതാ. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നുണ്ടല്ലോ, അനുദപിക്കുന്ന പാപിയെ പ്രതി സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന. സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നു അങ്ങനെയൊന്നുമല്ല, കൂടുതൽ. അതായത് സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മുടെ അനുതാപമാ, സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധിയാ, സ്വർഗം ആഗ്രഹിക്കുന്നത് യേശുവിനെ സ്നേഹിക്കാനാ, സ്വർഗം ആഗ്രഹിക്കുന്നത് ഏക സത്യ ദൈവമായ യേശുവിൽ വിശ്വസിക്കാനാ. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളെ പ്രതി സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പരിശുദ്ധ അമ്മയാ. അമ്മ കാനായിലെ ഭവനത്തെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടെത്തിച്ചു. അതേ അമ്മ എന്നെയും നിങ്ങളെയും ഈ ലോകം മുഴുവനെയും സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കുക. എന്നിട്ട് എന്താ പറയും? അവൻ പറയുന്നത് ഇനി നിങ്ങൾ ചെയ്തോണം. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളോട് പറയുന്ന ഇതാ. നമ്മൾ ഓരോ ശുശ്രൂഷയിൽ വരുമ്പോഴും ഈ ഒരു വിശ്വാസം, ഞാൻ ജീവിക്കുന്നത് യേശു പറയുന്നത് കേട്ട് ജീവിക്കാനാണ്. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ഈശോയെ സ്നേഹിക്കാനാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ വേറെ എന്തിനെ മറന്നാലും, എന്തു മറന്നാലും യേശുവിനെ നിങ്ങൾ മറക്കരുത്, ഈശോയെ മറക്കരുത്. ഒരിക്കലും ഒരു വൈദികൻ, ഞങ്ങൾ അച്ഛന്മാരുടെ ധ്യാനം നടക്കുന്ന സമയത്ത്, കാലി കഴിക്കുന്നു, അച്ഛന്മാരുടെ ധ്യാനം നടക്കുന്ന സമയത്ത് ഒരച്ഛൻ നമ്മുടെ ദാനിയേൽ പൂണത്തിലച്ഛനെ കാണിച്ചുകൊണ്ട് എന്നോടാ പറഞ്ഞത്, അൽഫോൺസ് അച്ഛാ, യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്തത് കൊണ്ടാ ഇന്ന് അച്ഛനെ യേശു ഒന്നാം സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ, അതായത് അച്ഛൻ്റെ ദേവാലയത്തിനടുത്തുള്ള ചില ഓർത്തഡോക്സ് സഭയിലെ കുടുംബങ്ങൾ എല്ലാ ദിവസവും ഈ ദാനിയേൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാറുണ്ടെന്നാണ് പറഞ്ഞേ. അത് എന്തുകൊണ്ടാ? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ അച്ഛൻ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്തു. യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്തപ്പോൾ യേശു ഈ അച്ഛനെ ഒന്നാം സ്ഥാനത്ത് തന്നെ നിർത്തി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മക്കളെ, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ. ബാക്കി ഈശോ നോക്കിക്കോളും. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ മക്കളെ, ഇതെല്ലാം ചെയ്താലും യേശുവിനെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യരുത്. യേശുവിനെ മറന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നേ? പാപത്തിൽ വീണു പോകുന്നത്. മനസ്സിലായോ? നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഓടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അല്ലേ? അച്ഛനായ ഞാൻ കുർബാന ചൊല്ലുന്നുണ്ട്, പൗരോഹിത്യ ജീവിതം ജീവിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഇല്ലേ? പക്ഷേ യേശുവിനെ മറന്നാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അവസാനം, ഇതിൻ്റെ ക്ലൈമാക്സ് എവിടാന്നറിയാമോ? പാപത്തിലാണ്. യേശുവിനെ ഓർക്കുമ്പോഴാണ് നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ തോന്നുന്നത്. ഹല്ലേലൂയ. യേശുവിനെ ഓർക്കുമ്പോഴാ, യേശുവിന്റെ കുരിശുമരണത്തെ ധ്യാനിക്കുമ്പോഴാ, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചോര ഇറ്റിറ്റ് വാർന്ന് മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാ ഞാൻ എന്ത് ചെയ്യുന്നത്? പാപത്തെ വെറുക്കുന്നത്. എൻ്റെ മക്കളെ, അതുകൊണ്ട് എന്തു വന്നാലും ഈശോയെ മറക്കരുത്. ഹല്ലേലൂയ, യേശുവിനെ മറക്കരുത്. പരിശുദ്ധ അമ്മ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് യേശുവിലേക്കാണ്.
നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളെ, നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളൊക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമുക്കിരിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. എൻ്റെ പ്രിയമുള്ളവരെ, പുതിയൊരു വർഷത്തിലാണ് നമ്മളായിരിക്കുന്നത്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു പുതുവർഷ ധ്യാനം നടത്തണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് പറ്റിയ ചില തിരക്കുകൾ കാരണം അതിന് നമുക്ക് സമയം കിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കാം. നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. 21-ാം നൂറ്റാണ്ടിലെ 25-ാം വർഷത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഏത് തരത്തിലുള്ളതാകണം? ഒരു ആമുഖം പോലെ ഞാൻ നിങ്ങളോട് പറയുക. ഇത് പുതിയ വർഷം 2025, 21-ാം നൂറ്റാണ്ടിലെ 25-ാം വർഷം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുതിയ വർഷത്തിൽ അധിക ദിവസം ആയില്ല. ജനുവരി ഇന്നത്ര 11 അല്ലേ? ജനുവരി 11 ആയതേ ഉള്ളൂ. അധികം ദിവസമായിട്ടില്ല. ഇനിയും മാസങ്ങൾ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു വർഷം ഞാൻ തീരുമാനമെടുത്ത് ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ പാലിക്കേണ്ട ഒരു ആത്മീക ജീവിതമുണ്ട്. അത് എപ്രകാരമായിരിക്കണം? നിങ്ങളുടെ ഉത്തരവ് എന്താ? കുറച്ചും കൂടെ എളുപ്പമാകാം. നിങ്ങളൊരു ധ്യാനത്തിന് പങ്കെടുക്കാമെന്ന് വെച്ചോ. ഈ ഇടവകയിൽ പെരുന്നാൾ നടക്കാൻ പോവാം. പെരുന്നാളിന് ധ്യാനം വെക്കുന്നു. പേടിക്കണ്ട, ഞാനല്ല നടത്തുന്നത്, വേറെ അച്ഛനെ വിളിച്ചോളാം. അപ്പോൾ ധ്യാനത്തിൻ്റെ അന്ന് ധ്യാനം കൂടിയ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമായിരിക്കുമല്ലോ, ഇല്ലേ? എന്തായിരിക്കും എടുക്കുന്നത്? ഇനി ഒരിക്കലും ഇതിന് വരില്ലെന്നാണോ? പിന്നെ പിന്നെ തീരുമാനം എന്തായിരിക്കും? കുറച്ചും കൂടെ ഒന്ന് നന്നാവണം, ഇല്ലേ? കുറച്ചും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം, ഇല്ലേ? ഇന്നലെ വരെ സ്വർഗാധിപതി പകുതിയാകുമ്പോഴാണ് വന്നത്. ഇനി ഒന്ന് നേരത്തെ വരണം. അല്ല, ഇന്നലെ വരെ അച്ഛൻ്റെ പ്രസംഗം ഞാൻ വാതിൽക്കൽ നിന്നാണ് കേട്ടോണ്ടിരുന്നത്. ഇനി മുതൽ അകത്ത് നിന്ന് കേൾക്കണം. അതായത് നേരത്തെ വരണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയില്ലേ, ഒരു തീരുമാനം എടുക്കുക. ആത്മീയ തീരുമാനം. ഭൗതിക തീരുമാനം പോട്ടെ, അത് ഇവിടെ നമ്മുടെ വിഷയമല്ല. ആത്മീക തീരുമാനം, ഇല്ലേ? കുറച്ചും കൂടെ പ്രാർത്ഥിക്കണം. അതല്ലേ തീരുമാനം എടുക്കുന്നേ, ഇല്ലേ? ആരും ഒന്നും മിണ്ടുന്നുമില്ല. ഇവിടുന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നാലേ എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു ഊർജം കിട്ടൂ. അത് മനസ്സിലായോ? അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളെല്ലാം ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാർക്കും അതാ. ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ ഞങ്ങൾ തളർന്നു പോകും. സത്യമാണ്, ഞങ്ങൾ തളർന്നു പോകും. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ വളർത്തുന്നുണ്ട്. മക്കളെയൊക്കെ വളർത്തുക. നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് എത്ര വേദോപദേശം കൊടുത്തിട്ടും ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിലോ, ഇത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. TV കാണരുത്. വൈകുന്നേരം 6:30 എന്ന മണിയുണ്ടെങ്കിൽ മുറിയിൽ പുസ്തകം തുറന്ന് പഠിക്കാതിരിക്കണം എന്ന് പറയും. എത്ര ദിവസം പറയും? എല്ലാ ദിവസവും പറയും. പക്ഷെ 6:30 ആകുമ്പോഴാണ് TV കാണാനായിട്ട് കൊച്ചു വന്ന് TVയുടെ മുമ്പിലിരിക്കുക. നിങ്ങൾക്കൊരു വിഷമം തോന്നില്ലേ? അവസാനം നിങ്ങൾ മനസ്സിലൊരു കാര്യം പറയും, പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? എന്നാലും നിങ്ങൾ പറയും, നിങ്ങളുടെ മക്കളാണല്ലോ, നല്ല രീതിയിൽ വളരണമല്ലോ, പറഞ്ഞിട്ടില്ലേ? ഇതേപോലെ തന്നെ ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന ഞങ്ങളെ അച്ഛന്മാരുടെ അവസ്ഥയും
അച്ഛന്മാരായിട്ട് ധ്യാനിപ്പിക്കുന്ന ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുർബാനയിലൊന്നേ ഏറ്റവും നല്ലത് എൻ്റെ മക്കളെ കുർബാന, വിശുദ്ധ കുർബാന എന്നെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ജനം ഇങ്ങനെ പല വിചാരത്തോടെ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം കുർബാന ചൊല്ലുന്ന ഞങ്ങൾക്ക് കിട്ടും, അച്ഛന്മാർക്ക് കിട്ടും. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്കൊരു എന്തോ ഒരു വല്ലാത്തൊരു ഒരു 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 ഡ്രൈനെസ് ആയിരിക്കും ആ കുർബാന, മനസ്സിലായോ? എന്നാൽ ജനം നല്ല പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ ആണെങ്കിലുണ്ടല്ലോ ഞങ്ങൾ പോലും, അതായത് പിന്നെ ഭയങ്കര ആത്മീയമായ ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാന സംഭവിക്കുന്നത്. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ, മനസ്സിലായോ? അപ്പം അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാകണം? അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഈ ധ്യാനത്തിനിടയ്ക്ക് ഓരോ ഹാലലിയ പറയുന്നത്, സ്തോത്രം പറയുന്നത്, ബൈബിൾ വായിപ്പിക്കുക. ബൈബിൾ എന്തേ ഉണ്ടോ? എന്തിയാ ബൈബിള്? അത് കൊള്ളാം. ഞാൻ എല്ലാ പ്രാവശ്യവും പറയും വരുമ്പോൾ ഇതുകൊണ്ടൊരു ബൈബിൾ ഇരിക്കുന്ന എടുത്തോ. സുജമാമ്മയെ കണ്ണ് കാണാമോ? കുഞ്ഞോൻ ചാന് പേര് പോലെ കുഞ്ഞക്ഷരങ്ങളോ ബൈബിള് കാണില്ല. അതെ, എന്തോ ആകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വേണം ഇത്രയേ ഉള്ളൂ. നമ്മൾ പഴയ കാട് കയറി പോകുന്നില്ല, നമ്മൾ ആ ആമുഖം ചിന്തിക്കാം. നമ്മുടെ ആത്മീയ ജീവിതം ഈ പുതിയ വർഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വളരണം. ഹല്ലേലൂയ, വളരണം. എൻ്റെ ആത്മീയ ജീവിതം വളരണം. ഞാനിങ്ങനെ ചതഞ്ഞെന്ന് പറഞ്ഞ് ജീവിക്കരുത്. അല്ല, ഇങ്ങോട്ടൊരു കാറ്റടിച്ചു, ഞാൻ അങ്ങോട്ട് പോയി, അങ്ങോട്ടൊരു കാറ്റടിച്ചു, അങ്ങോട്ട് പോയി, അവിടെ അല്ലെങ്കിൽ ഏതാണ്ട് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടൊരു പോക്ക്, അവിടെ പോയാൽ ഏതാണ്ട് കിട്ടും, ഒറ്റ പോക്ക്. അങ്ങനെയല്ല എൻ്റെ ആത്മീയ ജീവിതം. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ മക്കളെ യേശുവിനുള്ള വിശ്വാസത്തിൽ ഉറച്ച് ആ വിശ്വാസം വളർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ ദിവസം പ്രാപിക്കുന്നതാകണം എന്ത് ചെയ്യുന്നത്? എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. നല്ലൊരു വചനമുണ്ട്, ലൂക്ക 4:1. ഒന്നെടുക്കാമോ? ലൂക്ക 4:1. യേശുവിന്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു ആത്മീയമായ ഒരു അനുഭവം, ഒരു ഒരുക്കം ലൂക്ക എഴുതി വെക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? ലൂക്ക 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്നും മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മതി. നമ്മുടെ പുതിയ ബൈബിളിൽ, POCയുടെ പുതിയ പരിഷ്കരിച്ച ബൈബിൾ, എൻ്റെ ഇരിക്കുന്ന ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. അത്രയും ശരിയാ. ആത്മാവാൽ അവൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. ആത്മാവാൽ, മനസ്സിലായോ? രണ്ട് ശരി തന്നെ, രണ്ട് ബൈബിളിലും ശരിയായി. ഇത് കുറച്ചും കൂടെ പരിഷ്കരിച്ച പതിപ്പാന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന തുടക്കം എങ്ങനെയാ? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ജോർദാനിൽ എന്താ സംഭവിച്ചേ? മാമോദിസ, കർത്താവിന്റെ മാമോദിസ. നമ്മൾ കഴിഞ്ഞ ജനുവരി 6-ാം തീയതി നമ്മൾ ഓർത്തതാ ഇല്ലേ? യേശു സ്നാപയോഹന്നാൽ നിന്ന് മാമോദിസ സ്വീകരിച്ചപ്പോൾ പിതാവാ ദൈവത്തിന്റെ സ്വരം പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനോടൊപ്പം ഇറങ്ങി വന്നു ഇല്ലേ? എന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. അപ്പോൾ ജോർദാനിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പോൾ അതിന് എഴുതി വെക്കുക, ലൂക്ക എഴുതി വെക്കുക, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവാൽ അവൻ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അത് നിങ്ങൾ മറക്കരുത്, ഓർത്തു വെച്ചോ. ഇനി അടുത്തത് ലൂക്ക 4:14 എടുക്കുക. ഇപ്പൊ നമ്മൾ വായിച്ച 4:1. ഇനി 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങി. അപ്പോൾ തുടക്കം എങ്ങനാ? ആരംഭം എങ്ങനാ? യേശു മരുഭൂമിയിലേക്ക് പോയത് എങ്ങനാ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നമ്മൾ ലൂക്ക 4:14 വരുമ്പോൾ അവിടെ എന്താ കാണുന്നത്? മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വരുന്ന കർത്താവ് എങ്ങനാ വരുന്നേ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ. ഇപ്പൊ മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നിറയുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുന്നതും രണ്ടും രണ്ടാണോ ഒന്നാണോ? എന്താ നിങ്ങളുടെ ഉത്തരം? പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുന്നതും രണ്ടും രണ്ടാണോ ഒന്നാണോ? ഒന്ന്. അങ്ങനെയുള്ളവരും കൈവക്ക്. ഒന്ന്. രണ്ടും രണ്ടാണെന്നുള്ളവരും കൈവക്ക്.
അതാരും കൈവെക്കുന്നില്ല. എന്നും പറയുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഓറുകാരുണ്ടല്ലോ, 1 or 2, ആ ഓറുകാരെന്ന് കൈവെക്ക്. ഇത് രണ്ടും എൻ്റെ മക്കളായ ഇത് രണ്ടാ. മനസ്സിലായോ? എന്താ കത്തുന്ന എന്തുവാ? എവിടെയാണ് എന്തോ കത്തുന്നല്ലോ, മണമടിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുന്നതും രണ്ടും ഒന്നല്ല, രണ്ടാണ്. നമ്മളൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണോ? ആണോ? ഏഞ്ചലേ, നോയലേ, ആൽഫി, കാതറിനെ, നോയലിനല്ലേ? നോയലും നിജോയില്ലേ? ആണോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണോ? എപ്പോഴാ? മാമോദീസ വേളയില്ല. അടുത്ത ചോദ്യം, എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞവരാണോ? ആണോ? അല്ല. അല്ലെങ്കിൽ ആയിക്കോണം. മനസ്സിലായി? കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് തെറ്റിദ്ധരിക്കരുതേ. ഇത് ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടല്ല കാര്യമുള്ളത്. നിറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നിൽ ജ്വലിക്കണം. ഹല്ലേലൂയ. എന്നിൽ ജ്വലിക്കണം, എന്നിൽ തീയാകണം. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാവുകയുള്ളൂ. ഈശോയുടെ ഈ ജീവിതത്തിലൂടെ ലൂക്ക നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, മക്കളെ, ഈ ഒരു പുതിയ വർഷത്തിൽ ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ ഒരു ഒരുക്കം, ഒരു അനുഭവം എനിക്കുണ്ടാകണം. ഞാനും നിങ്ങളും മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്, യാതൊരു സംശയമില്ല, നിറഞ്ഞവരാ. എന്നാൽ ഞാൻ സ്വീകരിക്കുന്ന കുർബാന, ഞാൻ പങ്കെടുക്കുന്ന കുംഭസാരം, ഞാൻ സ്വീകരിച്ച വിവാഹം എന്ന കൂദാശ, ഞാൻ സ്വീകരിച്ച പൗരോഹിത്യ പട്ടം എന്ന കൂദാശ, ഞാൻ സ്വീകരിച്ച മൂറോൻ അഭിഷേകം, അങ്ങനെ എന്റെ ജീവിതത്തിലെ എല്ലാ ആത്മീയമായ ഒരുക്കങ്ങളും അനുഭവങ്ങളും, ഞാൻ സ്വീകരിച്ച ഓരോ കൂദാശകളും, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും, ഞാൻ വായിക്കുന്ന ബൈബിൾ വായനയും, നമുക്ക് ഞാൻ വിശ്വസിക്കുന്ന ഈശോയും എന്നെ എന്തിലേക്ക് നയിക്കണം? പരിശുദ്ധാത്മാവ് സ്വീകരിച്ചവനായിട്ട് മാത്രം ഒതുങ്ങിയിരിക്കേണ്ടവരല്ല, പിന്നെയോ ആത്മാവിന്റെ ശക്തി സ്വീകരിക്കുന്ന നിലയിലേക്ക് എന്നെ മാറ്റണം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇങ്ങനെ ചതഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മക്കളെ നമ്മൾ ജീവിക്കരുത്. ആത്മീയമായ ഒരു വലിയ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈശോ അതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നേ. വീണ്ടും 2 തിമോത്തിയോസ് 1:6 ഒന്നെടുക്ക്. 2 തിമോത്തിയോസ് 1:6 പൗലോസ്ലീഹ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 1:6 പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതി വെക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ എഴുതി വെക്കുകയാണ്, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം കണ്ടോ? എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം. പുതിയ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവിക ദാനോന്ന, അതായത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? വീണ്ടും ജ്വലിപ്പിക്കണം. മനസ്സിലായോ? പൗലോസ്ലീഹ എഴുതി വെക്കുക. നമ്മൾ എൻ്റെ മക്കളെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ, ഞാൻ എന്നും പറയുന്ന ഒരു ഭാഷയിൽ ലോക്കലായിട്ട് ജീവിക്കരുത്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു പാപത്തിൻ്റെ പ്രലോഭനം വന്നു അതിലേക്ക് വീണു പോകരുത്. മനസ്സിലായോ? ഒരാളെ, ഒരു ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടു, അയാളെ കാണുമ്പോഴേക്ക് അയാളെ തെറി വിളിക്കാനുള്ള ഒരു ചിന്ത വരുമ്പോൾ ഉടനെ വിളിക്കരുത്. മനസ്സിലായോ? അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് മാർക്ക് വാങ്ങരുത്. മനസ്സിലായോ? അതായത് അറിഞ്ഞുകൊണ്ട് പാപത്തിൽ വീഴരുത്. എൻ്റെ ഉള്ളിൽ ദൈവം എനിക്ക് തന്ന പരിശുദ്ധാത്മാവ് അതെല്ലാ ദിവസവും എന്ത് ചെയ്യണം? ഞാൻ ജ്വലിക്കണം. അതാണല്ലോ യോഹന്നാൻ 20 ഉയർത്തെഴുന്നേറ്റ കർത്താവ്. നിങ്ങൾ നോക്കിയാൽ മതി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് നിശ്വസിച്ചു എന്നാ പറഞ്ഞേ. എന്ത് നിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആശ്വസിക്കുക എൻ്റെ ഓപ്പോസിറ്റ് ആണോ? ശ്വാസം മുട്ടുവാന്നോ? ശ്വാസം ഊതുക ഇങ്ങനെ. മനസ്സിലായോ? ഈ മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞിൻ്റെ മേലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അച്ഛൻ ഇങ്ങനെ ഊതത്തില്ലേ, ഇങ്ങനെ 3 പ്രാവശ്യം ഊതുന്ന കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? അതുവരെ ഉറങ്ങിക്കിടന്ന കൊച്ചിന് അന്നേരം ചാടി എഴുന്നേറ്റ് കരച്ചിൽ തുടങ്ങും. കാരണം എന്താ? അച്ഛൻ്റെ വായിനാറ്റും അന്നേരം കൊച്ചിൻ്റെ മൂക്കിലേക്ക് കയറിയത്. അതുവരെ കൊച്ചു ഉറങ്ങിക്കിടക്കുമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അല്ലേ, ഊതി, യേശു ഊതി. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഇത് ഏത് അധ്യായത്തിലാ? 20, യോഹന്നാൻ 20. എന്നാൽ തൊട്ടടുത്ത അധ്യായത്തിൽ ഇതേ സ്ലീഹന്മാര് വീണ്ടും പഴയ വഴിയിലേക്കാണ് പോകുന്നത്. മനസ്സിലായി? പഴയ വഴിയിലേക്ക്.
നോക്കണം, 20-ാം അധ്യായത്തില് സ്ലീഹന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഈശോ പറഞ്ഞു, നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. 21-ാം അധ്യായത്തിൽ എന്ത് സംഭവിച്ചു? പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ. ഉടനെ തോമാസൻ പറഞ്ഞു, എന്നാ ഞങ്ങൾ വരുന്ന പോവാ നിന്റെ കൂടെ. എല്ലാവരും പോയി പഴയ വള്ളം, പഴയ വല, പഴയ പണിയും എടുത്തുകൊണ്ട് വീണ്ടും കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകുന്ന ആ സ്ലീഹന്മാർ. എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ജ്വലിച്ചില്ല. പിന്നീട് എന്താ സംഭവിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു സ്വരം അവരായിരുന്ന ഭവനം മുഴുവൻ വന്നു നിറഞ്ഞു. തങ്ങൾ ഓരോരുത്തരുടെ മേൽ താന്താങ്ങളുടെ മേൽ ആത്മീനാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതായിട്ട് അവർ കണ്ടു. അവരെല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിച്ചു. എന്റെ മക്കളെ, 20-ാം അധ്യായത്തിൽ യോഹന്നാൻ 20-ൽ യേശുവിൽ നിന്ന് സ്ലീഹന്മാർ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ജ്വലിച്ചപ്പോൾ, മനസ്സിലായോ? ഉള്ളിലെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ജ്വലിച്ചപ്പോൾ പിന്നീട് ഈ സ്ലീഹന്മാർ ഒരിക്കലും പഴയ വഴിയിലേക്ക്, പഴയ വള്ളത്തിലേക്ക്, പഴയ വലയം എടുത്തുകൊണ്ട് പഴയ പണി ചെയ്യാനല്ല പോയത്. പിന്നെയോ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുവിനെ ഞങ്ങൾ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അതിർത്തികൾ വരെ ഓടിപ്പോകുന്ന സ്ത്രീയന്മാരെയാ പിന്നീട് കാണുന്നേ. മക്കളെ, ആത്മാവ് ജ്വലിച്ചപ്പോൾ അവർ യേശുവിനെ മുറുകെ പിടിച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിന്റെ അഗ്നി കത്തിപ്പടർന്നപ്പോൾ അവർ യേശുവിനെ സ്നേഹിച്ചു, യേശുവിന് വേണ്ടി ജീവിച്ചു. നമ്മൾ ഈ ഒരു പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ആമുഖമായിട്ട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. നമ്മളുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പഴയ പോലെ ആകരുത്. അതായത് ഒരു ഇടവകയിൽ ജനത്തെക്കാളും, ഇടവകയിലെ ജനങ്ങളെക്കാളും അല്ലെ വിശ്വാസികളെക്കാളും ഏറ്റവും കൂടുതൽ ആത്മീയത ആർക്കുണ്ടാകണം? ആ ഇടവകയിലെ ശുശ്രൂഷകനുണ്ടാകണം. ആ ഇടവകയിലെ ശുശ്രൂഷനേക്കാളും ഏറ്റവും വലിയ ആത്മീയത ആർക്കുണ്ടാകണം? ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററിനുണ്ടാകണം. ആ ഇടവകയിലെ സിസ്റ്ററിനേക്കാൾ ഏറ്റവും വലിയ ആത്മീയത ആർക്കുണ്ടാകണം? ആ ഇടവകയിലെ അച്ഛനുണ്ടാകണം. മനസ്സിലായോ? ഓരോ ദിവസവും നമ്മുടെ ആത്മീയത വർദ്ധിക്കണം. കുടുംബത്തിൽ ഭർത്താവ്, ഭാര്യ, മക്കൾ, കുടുംബം ഒന്നായി ആത്മീയതയിൽ വളരാനായിട്ട് ആഗ്രഹിക്കണം. അങ്ങനെ ആത്മീയതയിൽ വളരെ മക്കളെ. തുടക്കത്തിൽ ആ അച്ഛൻ ദാനിൽ പൂർണ്ണത്തിലച്ഛനെ കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞതാ, യേശുവിന് 1-ാം സ്ഥാനം ആ അച്ഛൻ കൊടുത്തപ്പോൾ അച്ഛനെ യേശു 1-ാം സ്ഥാനത്ത് നിർത്തും. കർത്താവ് നിർത്തും, യാതൊരു സംശയമില്ല. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ ആദ്യം ചിന്തിച്ചു, നമ്മുടെ ആത്മീയത ഓരോ ദിവസവും വളരണം. മനസ്സിലായോ? ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെയല്ല ഇന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് കുറച്ചും കൂടെ കൂടുതൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തികളോട് ചില കുമ്പസാരിക്കാൻ വരുന്നവർ ഒരുപക്ഷെ അച്ഛാ സന്ധ്യാപ്രാർത്ഥന നടത്തിയില്ല, ദിനം പ്രതിയുള്ള പ്രാർത്ഥന മുടങ്ങിപ്പോയി, സന്ധ്യാപ്രാർത്ഥന നടത്തിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരുപക്ഷെ എൻ്റെ ചേച്ചി, ചേട്ടാ ഇന്നലെ പ്രാർത്ഥിച്ചില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അതായത് ചിന്തിക്കാൻ ആരും പോയില്ല. എനിക്ക് വരെ ചിന്ത വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ഇന്നൊരു പക്ഷേ പ്രാർത്ഥിച്ചില്ലെന്ന് വെച്ചോ, പ്രാർത്ഥിക്കാൻ തോന്നില്ല. കാരണം ക്ഷീണമായില്ല, രാവിലെ മുഴുവൻ ഓടി നടന്ന് യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ മക്കളുടെ പുറകെ മാരത്തൺ ഓട്ടം നടത്തി, ഇതൊക്കെ ഇല്ലേ അവരെയൊക്കെ അനുസരിപ്പിച്ചും കുടുംബം നോക്കിയും രാത്രിയാകുമ്പോൾ എങ്ങനെയെങ്കിലും കട്ടിൽ കണ്ടാൽ കർത്താവേ ഞാനിപ്പോൾ വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലോട്ട് വന്ന് വീഴുന്ന സമയത്ത് ഉള്ളിലൊരു കുറ്റബോധം വരും, കർത്താവേ ഇന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ ഇല്ലേ. പക്ഷെ എന്നാലും പെട്ടെന്ന് അടുത്തൊരു ചിന്ത വരുന്നത് എന്താ? ഇനിയിപ്പോൾ നാളെ പ്രാർത്ഥിക്കാം. നിങ്ങൾ ചിന്തിക്കാറില്ലേ? അങ്ങനെ ചിന്തിച്ച് വന്നിട്ടില്ലേ? ഉണ്ട്, എല്ലാവർക്കും വരും. ഇന്ന് പ്രാർത്ഥിക്കാം, ഇനിയിപ്പോൾ നാളെ പ്രാർത്ഥിക്കാം ഇല്ലേ. സ്വാഭാവികമായിട്ടും നാളെ ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി തിരക്കായിരിക്കും വരാൻ പോകുന്നത്. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഈ പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്ന വ്യക്തികളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മക്കളെ ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. കാരണം ഇങ്ങനെ തോന്നും, നാളെ പ്രാർത്ഥിക്കാം. നാളെ ആകുമ്പോൾ പിശാച് വേറെ തിരക്കുകളായിട്ട് വരും. മനസ്സിലായോ? വേറെ തിരക്കുകളായിട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ന് പ്രാർത്ഥിച്ചില്ലയോ, കുഴപ്പമില്ല, നീ പേടിക്കണ്ട,
നാളെ ഇന്നത്തെ പ്രാർത്ഥനയും കൂടെ കൂട്ടി നാളെ പ്രാർത്ഥിക്കണം. മനസ്സിലായി? എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അതെടുക്കരുത്. ഇന്ന് ഭക്ഷിച്ചില്ല, നാളെ അതും കൂടെ ചേർത്ത് ഭക്ഷിക്കാമെന്ന് ചിന്തിക്കരുത്. അതല്ല, അത് ഇത് അത് വേറെ കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇന്ന് പ്രാർത്ഥിച്ചില്ല, ഇന്നും കൂടെ കൂട്ടി നാളെ പ്രാർത്ഥിക്കണം. ഭർത്താവ് പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഭർത്താവിൻ്റെ പ്രാർത്ഥനയുടെ കുറവ് ആര് പ്രാർത്ഥിച്ചു തീർക്കണം? ഭാര്യ പ്രാർത്ഥിച്ചു തീർക്കണം. അതങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇതിന് വേറെ വാക്കിനി കിട്ടുന്നില്ല, അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇടവകയിലെ ജനം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇടവകയിലെ ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ കുറവാ ഇടവകയിലെ വികാരിയും സിസ്റ്ററും പ്രാർത്ഥിച്ച് തീർത്തോണം. മഠത്തിലെ മദർ പ്രാർത്ഥിക്കാത്തൊരു മദറാണെങ്കിൽ ആ മദറിൻ്റെ പ്രാർത്ഥനയുടെ കുറവ് സിസ്റ്റർ പ്രാർത്ഥിച്ച് തീർത്തോണം. മനസ്സിലായോ? പ്രാർത്ഥിക്കാത്തൊരു അഗസ്റ്റിൻ്റെ കുറവ് മോനിക്ക പ്രാർത്ഥിച്ചപ്പോഴാ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചത്? മാനസാന്തരം സംഭവിച്ചത്. മാനസാന്തരം. മനസ്സിലായോ? അതാ പറയുന്നേ, നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ ഏറ്റെടുക്കണം. ഈശോ പഠിപ്പിച്ചിരുന്നുണ്ട്. ഈശോ, ഞാൻ സുവിശേഷത്തിൽ എവിടെയാണെന്ന് ഓർക്കുന്നില്ല, അതായത് ഈശോ പത്രോസിനോട് പറയാ, പത്രോസേ, സാത്താൻ നിന്നെ പിടിക്കാൻ നോക്കി, പക്ഷേ നീ വീഴാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ഈശോ പറയുന്നത്. മനസ്സിലായോ? സാത്താൻ നിന്നെ പിടിക്കാൻ നോക്കി, നീ അതിൽ വീഴാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിന്റെ മക്കൾ, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മാതാപിതാക്കൾ, നിന്റെ ഇടവ വികാരി, ഇനി ഇടവ വികാരി പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇടവ വികാരി പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് നിങ്ങൾ പ്രാർത്ഥിച്ചാണ്. ഞാൻ എൻ്റെ മക്കളെ, ഞാൻ എല്ലായ്പ്പോഴും കുർബാന ചൊല്ലുമ്പോൾ അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, തക്സയിലില്ലാത്തൊരു പ്രാർത്ഥന ഞാൻ എല്ലാ കുർബാനയിലും ഓർക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതായത് ഇങ്ങനെയാണ്: കർത്താവേ, ഇന്നത്തെ ദിവസം ലോകത്തിൻ്റെ പല ഭാഗത്ത് ഒരു ബലി അർപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് വൈദികരുണ്ട്. ഒരുപക്ഷെ അവർ രോഗികളായിരിക്കാം, ചിലപ്പോൾ ജയിലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു യാത്ര പോകുന്നതായിരിക്കാം, അത്യാവശ്യമായിട്ട് എന്തെങ്കിലും യാത്രയൊക്കെ എന്തോ ആയിക്കോട്ടെ. ഇന്നൊരു ദിവസം ബലി അർപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് വൈദികരുണ്ട്. അവരർപ്പിക്കാൻ കഴിയാത്ത ബലികൾക്ക് പകരമായി ഞാൻ അർപ്പിക്കുന്ന ഈ കുർബാനയെ കർത്താവെ നീ സ്വീകരിക്കണമേ. ഞാൻ എല്ലാ കുർബാനയിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മനസ്സിലായോ? അത് നിങ്ങളും പ്രാർത്ഥിക്കണം. മനസ്സിലായി? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ മക്കളെ, അങ്ങനെ നമ്മൾ ഈ ഒരു ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കർത്താവിന് മുമ്പിൽ നമ്മൾ എപ്രകാരം പ്രവർത്തിക്കണം? കർത്താവിന് മുമ്പിൽ നമ്മൾ എപ്രകാരം ജീവിക്കണം? ഒന്ന് പറഞ്ഞു, നമ്മുടെ ആത്മീയത വളർത്തണം. ഇനി ആത്മീയത വളർന്ന് നമ്മൾ പിന്നീട് എപ്രകാരം കർത്താവിന് മുമ്പിൽ ജീവിക്കണം? ലൂക്ക 17:18 എടുത്താൽ മതി. ഞാൻ ഒരു സംഭവമാണ് പറഞ്ഞുതരാം. ലൂക്ക 17:18 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യാസമായി, സാധാരണ ഒരു അന്ധൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അന്ധൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. യേശു അവനെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി നിലത്ത് തുപ്പി ചേറ് ഉണ്ടാക്കി ആ ചേറ് കണ്ണിൽ പൂശിയിട്ട് പറഞ്ഞു, സീലോഹ എന്ന കുളത്തിൽ പോയി കഴുകുക. ഇല്ലേ? അവിടെ ഒരു ആക്ഷൻ ഉണ്ട്. ഇല്ലേ? യേശു ഒരു കാര്യം ചെയ്തു. യേശുവിൻ്റെ മുമ്പിൽ കുഷ്ഠരോഗി വന്നു. യേശു കുഷ്ഠരോഗിയെ തൊട്ടു. കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു. അവിടെ ഒരു ആക്ഷൻ ഉണ്ട്. ഇല്ലേ? ഒരു പ്രവൃത്തിയുണ്ട്. യേശുവിന് മുമ്പിലേക്ക് 5 അപ്പം കൊണ്ടുവന്നു. യേശു അപ്പം എടുത്തു, ഉയർത്തി, വാഴ്ത്തി, മുറിച്ചു. അല്ലേ? അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. എന്നാൽ ഇവിടെയോ അങ്ങനെ ഒന്നും കാണുന്നില്ല. നിങ്ങൾ വായിച്ചാൽ മതി. ലൂക്ക 17 ലൂക്ക 17:18 മുതൽ യേശുവിൻ്റെ അടുക്കൽ ഒരു 10 കുഷ്ഠരോഗികൾ വരിക. കുഷ്ഠരോഗികൾ വരുമ്പോൾ കുഷ്ഠരോഗികൾ വന്നിട്ട്, കർത്താവ്, ഞങ്ങൾക്ക് ശുദ്ധി വേണം, സൗഖ്യം വേണം. യേശു അവരെ ആരെയും തൊടുന്നില്ല. യേശു ഒറ്റ കാര്യം പറയുന്നേ. എന്താ പറയുന്നത്? പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന. മനസ്സിലായോ? നിങ്ങൾ പൊയ്ക്കോ, പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അതിനെ എഴുതി വെക്കുക, പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു എന്നാ. മനസ്സിലായോ? പോകും വഴി സൗഖ്യം പ്രാപിച്ചു. അപ്പൊ യേശു അവിടെ തൊട്ടിട്ടില്ല. യേശു നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. യേശു ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പൊയ്ക്കോ, പോയി നിങ്ങളെ തന്നെ പോയി അച്ഛന്മാരെ കാണിക്കുക എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? അവർക്ക് സൗഖ്യം കിട്ടി. ഞാനിത് പറയാനല്ല വന്നത്. ഇത് കഴിഞ്ഞ് ഈ 10 പേരിൽ ഒരാൾ എന്ത് ചെയ്തു? തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ലൂക്ക 17:18 എഴുതി വെക്കുകയാണ്. തിരിച്ചു വന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നത് എന്താ? തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ വിജാതീയനെ അല്ലാതെ മറ്റാരെയും
കണ്ടില്ലല്ലോ. നിങ്ങൾ 10 പേരെ അല്ലേ ഞാൻ സൗഖ്യം നൽകിയത്, ബാക്കി 9 പേരെവിടെ? ഇല്ലേ, ബാക്കി 9 പേരെവിടെ? തിരിച്ചു വന്ന് ഈ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ വിജാതിയനല്ലാതെ മറ്റാരെയും കണ്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ, ആത്മീയമായ അനുഭവത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എപ്രകാരം കർത്താവിന് മുമ്പിലായിരിക്കണം? ഞാൻ എന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എന്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കണം. മനസ്സിലായോ? അതാണ് എന്റെ ക്രൈസ്തവ ജീവിതം. ക്രൈസ്തവ ജീവിതം ഞാൻ നയിക്കേണ്ടത് അങ്ങനെയാ. എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇനി ഞാൻ എങ്ങനെ മഹത്വം കൊടുക്കും ദൈവത്തിന്? മനസ്സിലായോ? എന്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇനി ഞാൻ എങ്ങനെ മഹത്വം കൊടുക്കും? അത് മഹത്വം കൊടുക്കേണ്ടത് എങ്ങനെയാ? ഈ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നതിന്റെ കാരണം എന്തായിരിക്കും? എന്തുണ്ടായിരിക്കും? ഈ 10 പേർക്ക് സൗഖ്യം കിട്ടി, 9 പേരും എങ്ങോട്ടോ പോയി, ഒരുവൻ മാത്രം തിരിച്ചു വന്നു, ഒരു വിജാതിയൻ. അവൻ തിരിച്ചു വന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ ഈശോ പറയാം, നീ ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ എപ്രകാരം ആയിരിക്കാം ദൈവത്തിന് മഹത്വം കൊടുത്തത്? എപ്രകാരമാ? നന്ദിയോടെയാ. ഓ ദൈവമേ, ആദ്യമായിട്ടൊരു ഉത്തരം ശരിയായി. നന്ദി പറഞ്ഞുകൊണ്ടാ. ഇല്ല, നന്ദി ഇല്ലായിരുന്നെങ്കിൽ അവൻ തിരിച്ചു വരുമോ? ഇല്ല, നന്ദി ഇല്ലാതെ ഒരിക്കലും തിരിച്ചു വരില്ല. എൻ്റെ മക്കളെ, നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നിങ്ങൾ പോലും അറിയാതെ അറിയുന്ന ഒരു വലിയ സത്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ, കുർബാനയ്ക്ക് വരുന്നതിൻ്റെ ഈ ഒരു നട്ടുച്ച നേരത്ത് എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് നന്ദിയുള്ളതുകൊണ്ടാണ്. ഇത് മറക്കരുത്. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ അറിയുന്ന ഒരു സത്യം. ഇത് ദൈവത്തോട് നന്ദിയുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമോ? ഇല്ല, വരില്ല. മനസ്സിലായോ? ദൈവത്തോട് നിങ്ങൾക്ക് ഒരു നന്ദിയുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ അറിഞ്ഞോ, അത് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വന്നേ. അത് ആ നന്ദി അർപ്പണത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ഇത് നിങ്ങളുടെ ജീവിതത്തിന് മരണം വരെ ഇത് കാത്തു സൂക്ഷിക്കണം. ഈ ദൈവത്തെ നിങ്ങളെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്ന ഈ ജീവിത രീതി നിങ്ങളുടെ മരണം വരെ മക്കളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. തോബിത്ത് 12:6. തോബിത്ത് 12:6 ഒന്നെടുക്കാമോ? അവിടെ നിങ്ങൾ ഒരു സംഭവമാണ്, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോക്കിയാൽ മതി. തോബിത്ത് 12:6 തോബിത്തിന്റെ മകനായ തോബിയാസ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ആ പെൺകുട്ടിയുടെ കൂടെ ഒരു അശുദ്ധാത്മാവുണ്ട്. ഈ അശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ പെൺകുട്ടിയെ ആരൊക്കെ വിവാഹം കഴിച്ചോ ആ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രിയിൽ ഈ അശുദ്ധാത്മാവ് വന്നിട്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച പുരുഷനെ കൊല്ലും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആര് വിവാഹം കഴിക്കുന്നത്? തോബിയാസ്. അപ്പോൾ ഒരു ദൈവത്തിന്റെ ദൂതൻ തോബിയാസിന്റെ അടുക്കിലേക്ക് വരും. വന്നിട്ട് പറയും, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, നിനക്ക് അറിയാമല്ലോ, നീ എന്ത് ചെയ്യണം? നീ ഒരു ധൂപം വെക്കണം. ധൂപം വെച്ച് ആ ധൂപം വീശിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ധൂപം വെക്കണമെന്നുണ്ട്. ഞാനത് കരള്, ആടിന്റെ കരളാന്ന് തോന്നുന്നു. അത് ഞാൻ കാണുന്നില്ല എവിടെ എന്നുള്ളത്. മത്സ്യത്തിന്റെ കയ്പ് ഇല്ലേ? കയ്പ്, അത് ഞാൻ മറന്നുപോയത്. ഓക്കെ, അപ്പൊ മത്സ്യത്തിന്റെ കയ്പ് വെച്ച് ധൂപം അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ അശുദ്ധാത്മാവ് പോകും. അങ്ങനെ തോബിയാസ് അത് ചെയ്യുന്നുണ്ട്. ചെയ്തു കഴിയുമ്പോൾ അശുദ്ധാത്മാവ്, തോബിയാസിനെ കൊല്ലാൻ വേണ്ടി വന്ന അശുദ്ധാത്മാവ് പിന്തിരിഞ്ഞു ഓടുകയാണ്. പിന്നീട് ഒരിക്കലും വന്നില്ല. അതിനുശേഷം തോബിയാസ് തന്റെ ഭാര്യയും കൊണ്ട് തോബിത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ 12:6 ഈ ദൂതൻ മാലാക തോബിത്തിനോടും തോബിയാസിനോടും പറയുന്നതാണിത്. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ മാലാക, ദൂതൻ, അവർ രണ്ടുപേരെയും, അതായത് തോബിത്തിനെയും തോബിയാസിനെയും രഹസ്യത്തിൽ വിളിച്ച് അവരോട് പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവൻ, അവിടത്തേക്ക് മഹത്വം നൽകുവിൻ. കണ്ടോ? അതായത് നിന്റെ മോനെ, നിന്റെ മകനെ, നീ കുടുംബത്തെ രക്ഷിച്ച ദൈവത്തിന് നീ നന്ദി പറയണം. എങ്ങനെ നന്ദി പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നാളിതുവരെ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ സ്നേഹത്തിനും മക്കളെ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതുവഴി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ സ്വീകരിക്കുന്ന ഓരോ കൂതാശയിലൂടെ
അതുകൊണ്ടാണല്ലോ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞത്, ഈ പള്ളി തന്നെ ഒരു ഞായറാഴ്ച കുർബാനയില് ഞാൻ പറഞ്ഞ, ഞായറാഴ്ച ഹോമിലിയില് പ്രസംഗത്തില് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് മക്കളെ, ഞാനും നിങ്ങളും കുർബാന സ്വീകരിക്കുന്നത് കുർബാന ആകാൻ വേണ്ടിയാകണം. എനിക്ക് കുർബാനയാകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കുർബാന സ്വീകരിക്കരുത്. പാപത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കുർബാന സ്വീകരിക്കരുത്. പാപാവസ്ഥയിൽ നിൽക്കുന്ന എനിക്ക് ഞാൻ എത്ര വലിയ ഭക്തിയിൽ നിന്ന് കുർബാന സ്വീകരിച്ചാലും എന്റെ ഉള്ളിൽ പാപമുണ്ടെങ്കിൽ, മാരകപാപമുണ്ടെങ്കിൽ എന്റെ മക്കളെ, ഞാൻ ഒരിക്കലും കുർബാനയാകില്ല. അങ്ങനെ കുർബാനയാകുന്നത് വഴിയാ ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഞാൻ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുന്നുണ്ട്. കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുന്ന എനിക്ക് കുമ്പസാരത്തിലൂടെ വൈദികൻ പറയാ, പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. മോനെ മോളെ, നീ സമാധാനത്തോടെ പോവുക. ആ സമാധാനം എനിക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എന്റെ മക്കളെ, കുമ്പസാരം എന്ന കൂദാശയെ ഞാൻ ചെറുതായി തന്നെ കണ്ടിട്ടുണ്ട്. കുമ്പസാരം എന്ന കൂദാശയ്ക്ക് കൊടുക്കേണ്ട വില കൊടുക്കാതെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിൽ പലപ്പോഴും ചില പാപങ്ങൾ ഞാൻ മറച്ചു വെച്ച് കുമ്പസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ കുമ്പസാരക്കൂട്ടിലൂടെ എനിക്ക് സമാധാനം കിട്ടില്ല. സമാധാനം കിട്ടാതിരിക്കുന്നിടത്തോളം കാലം എന്റെ ജീവിതം എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എന്താ പറയുക, എന്റെ ജീവിതം കൊണ്ട് എന്റെ ദൈവത്തെ ഒരിക്കലും മഹത്വപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തണം. നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മത്തായി 16:13 ഒന്നെടുക്കാമോ? മത്തായി 16:13. ഒരു നല്ലൊരു സംഭവത്തിലൂടെ ഈശോ വലിയൊരു പാഠം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന്റെ നാമം ഏറ്റുപറയണം, ഈശോയെ സ്നേഹിക്കണം. അത് വലിയൊരു സംഭവത്തിലൂടെ, ഒരു വലിയൊരു പാഠം ഒരു സംഭവത്തിലൂടെ ഈശോ കാണിച്ചിരിക്കുക. മത്തായി 16:13 എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു. മതി. യേശു കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, അല്ലേ? അതിനുശേഷം യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെ? നിങ്ങൾ പറയുന്നത്. ആദ്യം ജനം എന്താ പറയുന്നേ, അതിനുശേഷം പറയാ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നേ. അപ്പോൾ പത്രോസ് എന്താ മറുപടി പറഞ്ഞേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ സംഭവത്തിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എന്തെങ്കിലും ഒരു 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 കൊള്ളി ഒരു കൊള്ളി കിട്ടിയോ? ഒരു കനല്, എന്തൊരു തീ കത്തിയോ? തലയ്ക്കകത്തൊരു തീ കത്തിയോ? എന്തെങ്കിലും കിട്ടിയോ? കേസറിയ ഫിലിപ്പി യേശു ജനത്തോട് ചോദിച്ചു, അത് ശിഷ്യന്മാരോട് ചോദിച്ചു. പത്രോസ് മറുപടി പറഞ്ഞു. യേശു തിരിച്ചു പറഞ്ഞു, മാംസരക്തങ്ങളല്ല മോനെ, പിന്നെയോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. എന്താ നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? പറഞ്ഞുതരാം. അതായത് കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശം സത്യദൈവത്തെ ആരാധിക്കാത്ത മനുഷ്യർ വസിക്കുന്ന പ്രദേശമാണ്. മനസ്സിലായോ? വിജാതീയ ദൈവങ്ങളുടെ ക്ഷേത്രങ്ങളുള്ള, ആലയങ്ങളുള്ള, അക്ഷര ദേവതയുടെയും ബാൽ ദേവന്റെയും പ്രതിഷ്ഠ ഉൾക്കൊള്ളുന്ന ക്ഷേത്രങ്ങളുള്ള സത്യ ഏക ദൈവത്തെ വിശ്വസിക്കാത്ത വിജാതീയ ദൈവത്തെ, ലോകത്തിന്റെ ശക്തികളെ, ലോകത്തിന്റെ ചില ആരാധന മൂർത്തികളെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന മനുഷ്യർ വസിക്കുന്ന സ്ഥലമാണ് എന്ത്? കേസറിയ ഫിലിപ്പി. അങ്ങനെയുള്ള കേസറിയ ഫിലിപ്പിയില് നിന്നുകൊണ്ട് അനേക വിജാതീയ ദൈവങ്ങളുടെ, ദേവതമാരുടെ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട്, ക്ഷേത്രങ്ങളുടെ ഒത്ത നടുക്ക് നിന്നുകൊണ്ട് ഈശോ തൻ്റെ സ്ലീഹന്മാരോട് പറയാ, മക്കളെ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ മനസ്സിലായോ എൻ്റെ അർത്ഥം? അതായത് ദൈവത്തെ വിശ്വസിക്കാത്ത ഒരു വലിയ സമൂഹത്തിന്റെ നടുക്ക് നിന്നുകൊണ്ട് യേശു പറയുക, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ? അപ്പോൾ പത്രോസ് പറഞ്ഞു, പത്രോസിന് വേണേ പറയാം, കർത്താവേ നീ കണ്ടോ ഈ ആലയങ്ങളെ കണ്ടോ? ഈ വിശ്വസിക്കുന്ന ദൈവത്തെ പോലൊരു ദൈവം, അങ്ങനെ വേണേ പറയാം. അല്ലെങ്കിൽ തന്റെ അക്ഷരദേവത പോലെ ഏതോ ഒരു ദേവൻ, ബാൽദേവനെ പോലൊരു ദേവൻ, ഇല്ലേ? അല്ലെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും പ്രവാചകനെ പോലൊരു പ്രവാചകൻ. പക്ഷേ പത്രോസ് എന്താ പറഞ്ഞേ? ഇതൊന്നുമല്ല കർത്താവേ, നീ പിന്നെയോ നീ ജീവനുള്ള
ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവ. അതായത് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് എതിരെ നിൽക്കുന്ന ഏത് പ്രതികൂല അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റു പറയണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ക്രിസ്തുവിലുള്ള വിശ്വാസം ഞാൻ ഏറ്റു പറയണം. ഉദാഹരണം പറഞ്ഞ, അതായത് ഇപ്പൊ എന്നെ ഒരാൾ തെറി വിളിക്കുമ്പോൾ തിരിച്ച് എനിക്ക് ഇല്ലേ തെറിക്കുത്തരം മുറിപ്പത്തൽ പോലെ തിരിച്ചെനിക്ക് രണ്ടെണ്ണം തിരിച്ചു പറയാം. പക്ഷേ ഈശോ എന്താ പറഞ്ഞേ? നിന്നെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ഇല്ലേ? നിന്നെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ യേശുവിനെ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നെ തെറി പറഞ്ഞവനോട് ഞാൻ തിരിച്ചു തെറി പറയുവോ? ഇല്ല, പറയില്ല. അതാണ് എന്റെ ക്രിസ്തീയ സാക്ഷ്യം. അതാണ് എന്റെ ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ വന്ന് കുറെ പ്രാർത്ഥിക്കുന്നതല്ല മക്കളെ. ഞാൻ വന്ന് മുട്ടേ വീണ് കുർബാന കാണുന്നതല്ല. ഞാൻ ഒരു പള്ളിപ്പെരുന്നാൾ നടത്തുന്നതല്ല. ഞാനൊരു പള്ളിക്ക് 1,00,000 രൂപ സംഭാവന കൊടുക്കുന്നതല്ല. യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത് ഈശോ പറഞ്ഞത് കേട്ട് യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നതാ ഞാൻ യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യം. ഈ ലോകത്തിൽ അങ്ങനെയുള്ള ചില വ്യക്തികളുടെ ഇടയിൽ എനിക്ക് ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ കഴിയണം. ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഇടയിലും ഞാൻ ക്രിസ്തുവിനെ അറിയുന്നവനാണ് എന്ന് പറയണം. വിശുദ്ധരൊക്കെ അങ്ങനെ ജീവിച്ചേ, രക്തസാക്ഷികളൊക്കെ അങ്ങനെ ജീവിച്ചേ. നമ്മുടെ ഈ ദേവാലയത്തിന് സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹോദര എങ്ങനെയാ ജീവിച്ചേ? തനിക്ക് ലഭിക്കാവുന്ന പണവും പാരിതോഷികവും, തനിക്ക് ലഭിക്കാവുന്ന എല്ലാ പ്രതിഫലവും സ്ഥാനമാനങ്ങളും, തനിക്ക് ലഭിക്കാവുന്ന എല്ലാ സുഖസമ്പത്തും മാറ്റിവെച്ചുകൊണ്ട് ഈ സഹത പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തി, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന് വേണ്ടി വാൾത്തല മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുത്തവനാ വിശുദ്ധ ഗീവർഗീസ് സഹത. അങ്ങനെ എല്ലാ വിശുദ്ധരും ക്രിസ്തുവിന് മഹത്വം കൊടുത്തു. നമുക്ക് മഹത്വം കൊടുക്കാൻ കഴിയണം മക്കളെ. ലോകത്തിൽ ക്രിസ്തുവിനെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ക്രിസ്തുവിന് മഹത്വം കൊടുക്കാൻ കഴിയണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ഒരു കാര്യം ശ്രദ്ധിക്കണേ. അതായത് മക്കളെ, എൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങൾ അധികമില്ല. പക്ഷേ ഇത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിലൂടെ കാണുന്നവരുണ്ട്. എല്ലാവരോടും പറയാ, അതായത് ഇന്ന് ലോകത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കളെ ശ്രദ്ധിക്കണേ, കേരളത്തിലെ യുവാക്കളെ തെറ്റിലേക്ക് നയിക്കാൻ, പ്രത്യേകിച്ച് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് പോലുള്ള മാരകമായ തിന്മയിലേക്ക് നയിക്കാൻ ഒരു വലിയ സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ മെനഞ്ഞ് പറഞ്ഞത് കൊണ്ടാക്കി പറയുന്നതല്ല. ഒരിക്കലും ഞാൻ തിരുവനന്തപുരം അരമനയിൽ ബാവതിരുമേനിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും പിതാവിനെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിതാവിനെ കാണാൻ വന്ന സമയത്ത് ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പിതാവിനോട് പറയുന്നത് കേട്ടതാ, പിതാവേ ഇന്ന്, കാരണം ഇവര് ഇങ്ങനെയുള്ള ചില കേസുകൾ ഡീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പിതാവിനോട്, ഞങ്ങൾ അച്ഛന്മാരോട് പറഞ്ഞതാ, അതായത് ഇന്ന് നമ്മുടെ കേരളത്തിലെ യുവാക്കളെ കഞ്ചാവിലേക്കും തെറ്റിലേക്കും വഴിതിരിച്ചു വിടുന്ന, വീഴ്ത്തുന്ന ഒരു വലിയ റാക്കറ്റ് ഇന്ന് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള തെറ്റ് എൻ്റെ മുമ്പിൽ വരുമ്പോൾ, എൻ്റെ മക്കളെ, എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലേക്ക് അറിഞ്ഞുകൊണ്ട് വീഴരുത്. കാരണം ഇതിന് നാശമാണ് അവർ ആഗ്രഹിക്കുന്നത്. നിന്റെ നാശം, നിന്റെ കണ്ണുനീര്, നിന്നെ കാത്തു കഴിയുന്ന, നിന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് നിന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവര്, നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവര് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ എല്ലാ എൻ്റെ മക്കളെ, ഒരു നല്ലത് കണ്ടാൽ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇപ്പോഴും. അത് തിരിച്ചറിയണം. അതിലേക്ക് പോകരുത് ഒരിക്കലും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നില്ല, നല്ലതാ. ഞാൻ ഉപയോഗിക്കാറുണ്ട് യൂട്യൂബും വാട്സപ്പും ഒക്കെ. ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞു. ഫേസ്ബുക്ക് ഞാൻ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഒരിക്കലും യേശുവിൻ്റെ ഒരു ചിത്രം ഞാനിവിടെ വന്ന സമയത്താണ് പറഞ്ഞേ, യേശുവിൻ്റെ മുറിവേറ്റ് കിടക്കുന്ന, കുരിശിൽ പിടഞ്ഞു കിടക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ചിത്രത്തെ കാണിച്ചുകൊണ്ട് ഒരുത്തനെ എഴുതി വെക്കുക, കമ്പേ തൂങ്ങി മരിച്ചവനെ ആരാധിക്കാനും കുറെ ഊളകളുണ്ടെന്ന്. ഊളകൾ, ആ വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അത്രയും കാഠിന്യം അറിയാൻ വേണ്ടിയാ. ആ വാക്ക് തെറ്റാന്ന് എനിക്കറിയാം, പക്ഷേ പറയുന്നത് അത്രമാത്രം ചില നികൃഷ്ട ജീവികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതോടുകൂടി ഞാൻ ഫേസ്ബുക്ക് നിർത്തി, ഉപയോഗിക്കില്ല. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു, എൻ്റെ അക്കൗണ്ട് അൺഇൻസ്റ്റാൾ ചെയ്തു, ഉപയോഗിക്കില്ല.
ഇൻസ്റ്റാമിക്കലാണ് ഞാൻ ഉപയോഗിക്കില്ല. കാരണം അത് എനിക്ക് നല്ലതല്ല എന്ന് എനിക്ക് തോന്നൽ വന്നു, അത്രേ ഉള്ളൂ. എൻ്റെ മക്കളെ ഞാൻ ഉപയോഗിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ശരിയാ. പക്ഷേ നല്ലതിന് വേണ്ടി ഉപയോഗിച്ചോണം, നല്ലതിന് വേണ്ടി. തെറ്റിലേക്ക് നയിക്കുന്ന എന്ത് നല്ലത് കണ്ടാലും തിന്മ പറയുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിലേക്ക് പെട്ടുപോകരുത്. അതിനുവേണ്ടിയാണ് നല്ലത്, അതിനുവേണ്ടിയാണ് പറയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടു. അതായത് വീഡിയോയുടെ തമ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, കൃഷ്ണൻ്റെ ഓടക്കുഴൽ യേശുവിൻ്റെ കയ്യിൽ നിന്ന്. കൃഷ്ണൻ്റെ ഓടക്കുഴൽ യേശുവിൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് അത്ഭുതം, ഞാൻ ഇത് കാണാമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബിലൊരു വീഡിയോയാ, അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോയാ. അപ്പോൾ ഞാനിങ്ങനെ പ്ലേ ചെയ്തപ്പോൾ എന്തുവാ, ഒരു ഘോഷയാത്ര, മറ്റേ നമ്മുടെ നാട്ടിലെ ഒരു ഘോഷയാത്ര. അത് മതസൗഹാർദ്ദത്തിന് നമുക്കറിയില്ല, ഘോഷയാത്രയിൽ മതസൗഹാർദ്ദം കാണിക്കാനായിട്ട് അല്ലേ മതങ്ങളുടെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് കുട്ടികളും എല്ലാം ഒക്കെ ഇങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്, യേശുവിൻ്റെ വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് നടക്കുന്നത്, മനസ്സിലായോ? ഒന്നിച്ച് നടക്കുക. എന്നിട്ട് ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ വേഷം ധരിച്ച ആ മകന് എന്തോ ഒരു തിരക്കോ എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഓടക്കുഴലെടുത്ത് യേശുവിന് കൊടുത്ത്, ആ യേശുവിൻ്റെ വേഷം ധരിച്ച അവനും എടുത്ത് യേശു ഇതെടുത്ത് ഊതിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അത് അത്രയും ഒരു കാര്യമെങ്കിലേ വലിയൊരു സന്ദേശമല്ലേ മക്കളെ പറഞ്ഞു തരുന്നേ, ഇല്ലേ? ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, ഒരു സന്ദേശമല്ലേ അത് പറഞ്ഞു തരുന്നേ. കൃഷ്ണൻ്റെ ഓടക്കുഴൽ യേശുവിൻ്റെ കയ്യിൽ. പക്ഷേ എന്നെ വിഷമപ്പെടുത്തുന്നതറിയാമോ, അതിലെ കമൻസ് നോക്കിയപ്പോൾ കുറേ നല്ല കമൻസ് കണ്ടു. ഇങ്ങനാകണം മനുഷ്യരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നല്ല കമൻസ്. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ, ഒരു നികൃഷ്ട ജീവി, ഒരു തലയിറച്ചവൻ, ഒരു ശപിക്കപ്പെട്ടവൻ. ഓ, നീ എന്തിനാ പറയാ, ഒരു എഴുതി വെക്കുക, നല്ല ആളുടെ കയ്യിലാണ് കൊടുത്തതെന്ന്, നല്ല ആളുടെ കയ്യിലാണ് കൊടുത്തതെന്ന്. അതാ പറയുന്നത്, എന്ത് നല്ലത് കണ്ടാലും അതിനെ കുറ്റം പറയുന്ന ഒരു സമൂഹമുണ്ട് കേട്ടോ. മക്കളെ, എന്നെ മുമ്പിരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ശരിയാ. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഫോണൊക്കെ ഇല്ലേ, പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇൻ്റർവെൽ വരുമ്പോൾ അപ്പനും അമ്മയും തങ്ങളുടെ ഫോൺ, നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഫോണൊക്കെ നിങ്ങൾക്ക് തരും ഇല്ലേ. അതൊക്കെ കിട്ടുമ്പോൾ അതിനകത്തുള്ള ചീത്തയായ കാര്യങ്ങൾ ഒന്നും അങ്ങനെ എല്ലാം വരുവാണെങ്കിൽ കുറച്ച് കഠിനമായിട്ട് പറയട്ടെ, എറിഞ്ഞങ്ങ് പൊട്ടിച്ചേക്കണം കേട്ടോ. അടുത്ത പുതിയ ഫോൺ അപ്പനും അമ്മയും വാങ്ങിച്ചോളൂ, അവർക്ക് അതിനുള്ള പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ കേട്ടോ, നല്ലത് കണ്ടാലും അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു ഐക്യമുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോ. നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളത്തിൽ ഒരു ഐക്യമുണ്ട് എല്ലാവരുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ഇടയിൽ. 2018 എന്ത് സംഭവിച്ചു? 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ഇല്ലേ. 2019 2020 കോവിഡിൻ്റെ കാലമായിരുന്നു. 2019 2020 വീണ്ടും 2019 വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായി. 2019 2020 2021 കാലങ്ങളിലൊക്കെ കോവിഡ് ലോക്ക്ഡൗണ്, ട്രിപ്പിൾ ലോക്ക്ഡൗണ്, അങ്ങനെയൊക്കെ ഇല്ല, ക്വാറന്റൈൻ അങ്ങനെയൊക്കെ ആയിരുന്നു ഇല്ലേ. ഒരു വീട്ടിൽ, നിങ്ങളൊക്കെ കോവിഡ് കാലത്ത് ജീവിച്ചവരാണ്, കോവിഡ് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കോവിഡ് കിട്ടിയവരുണ്ടാവും ഇതിനകത്ത്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വരുമ്പോൾ, കോവിഡ് എന്ന രോഗം വന്നപ്പോൾ, നിങ്ങളെല്ലാവരും ക്വാറന്റൈനായിട്ട് വീട്ടിലിരുന്നപ്പോൾ, എൻ്റെ മക്കളെ, നിങ്ങളൊരു പക്ഷേ അല്ലേ, നിങ്ങളായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ കോവിഡ് വന്നതിൻ്റെ പേരിൽ ഒരു വീട് മുഴുവൻ ക്വാറന്റൈനിലായിരുന്നപ്പോഴും ആ വീടിൻ്റെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്നവർ ദിവസത്തിൻ്റെ 3 നേരവും ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ കിറ്റിൽ ഭക്ഷണം എടുത്ത് ആ ഭവനത്തിൽ, ക്വാറന്റൈനിലുള്ള ഭവനത്തിൻ്റെ ഗേറ്റിൽ കൊണ്ട് ിട്ട് ആ ഭവനത്തിലെ വിശപ്പ് മാറ്റിയിരുന്ന ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു ഇല്ലേ, നമുക്കുണ്ടായിരുന്നു. തിരിച്ച് നിങ്ങൾ സുഖമായപ്പോഴും നിങ്ങളുടെ അയൽപക്കത്തെ ഭവനം കോവിഡിൽപ്പെട്ട് ക്വാറന്റൈൻ ആയപ്പോഴും നിങ്ങൾ ഇതേപോലെ ചെയ്തില്ല മക്കളെ. നമ്മുടെ നാട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമുക്ക് പോലും അറിയാതിരുന്ന പല സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ ദുരിതം ബാധിച്ചു വരുന്നവർ, അല്ലെങ്കിൽ വയനാട്ടില് ഉരുൾപൊട്ടലിൽ ദുരിതം ബാധിച്ചിരുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് മക്കളെ, ഈ ഇടവകയുടെ നാമത്തിൽ, നിങ്ങളുടെ ഭവനത്തിന്റെ നാമത്തിൽ നിങ്ങൾ 1 രൂപയെങ്കിൽ 1 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, 100 രൂപയെങ്കിൽ 100 രൂപ നിങ്ങൾ കൊടുത്ത് സഹായിച്ചില്ലേ? ഇതൊരു ഐക്യമാ നമ്മുടെ നാട്ടിൽ. മക്കളെ, ഇങ്ങനെ ഒരു ഐക്യം നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ ഒരു വലിയ സംഘം ഇറങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചറിയണം. മത തീവ്രവാദവും ജാതി തീവ്രവാദവും വ്യക്തിഹത്യ നടത്തുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് മക്കളെ യേശുവിന്റെ സുവിശേഷം ഞാൻ നിങ്ങളും പറയേണ്ടത്.
ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തില് യേശു സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് വചനം വായിക്കുമ്പോൾ ഈശോ വായിക്കുന്നത് എങ്ങനെയാ? ദരിദ്രരോട് കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ക്രിസ്ത്യാനിക്ക് മാത്രം, ക്രിസ്ത്യാനിയുടെ അന്ധന് കാഴ്ചയും ക്രിസ്ത്യാനിയുടെ ബദിരന് സൗഖ്യമെന്നാണോ? അല്ല. അന്ധന് കാഴ്ചയും ബദിരന് സൗഖ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ വേദനിക്കുന്നവനും ആശ്വാസമായിട്ട് ആരുണ്ട്? ഈശോയുണ്ട്. മനസ്സിലായോ? ഇത് തിരിച്ചറിയണം. സമൂഹത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന ആര് വന്നാലും നമ്മുടെ കൂട്ടായ്മയെ, നമ്മുടെ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് നികൃഷ്ടജീവി വന്നാലും അവരുടെ മുമ്പിൽ യേശുവിന് സാക്ഷ്യം കൊടുക്കാൻ, ഈശോയെ മുറുകെ പിടിക്കാൻ എൻ്റെ മക്കളെ നമുക്ക് കഴിയണം. ഇവിടെ നമുക്ക് ആരാധിക്കാൻ തടസ്സമില്ല, ഇല്ലേ? ഇവിടെ കൊന്തയിട്ട് നടക്കാൻ തടസ്സമില്ല, കുരിശ് പിടിക്കാൻ തടസ്സമില്ല. പക്ഷേ നാളെ ഒരു സമയത്ത് വന്നാലോ അവിടെയും ക്രിസ്തുവിലുള്ള വിശ്വാസം എൻ്റെ മക്കളെ നമ്മൾ മുറുകെ പിടിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റെടുക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് നമുക്കിരിക്കാം. നമ്മൾ രണ്ടാമത് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് നമ്മൾ മൂന്നാമത് ചിന്തിക്കണം. ആദ്യം നമ്മൾ ചിന്തിച്ച എങ്ങനെയാ? നമ്മുടെ ആത്മീയത വളരണം, അല്ലേ? ഓരോ ദിവസം വളരണം. രണ്ടാമത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഓരോ ദിവസങ്ങളിൽ നമുക്ക് ദൈവം തന്ന എല്ലാ നന്മകളും നന്ദി പറഞ്ഞ് മഹത്വം കൊടുക്കണം. എൻ്റെ ജീവിതം കൊണ്ട്, ഇല്ലേ? അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ, ദൈവത്തെ അറിയാത്തവരുടെ മുമ്പിൽ പോലും എനിക്ക് ദൈവത്തിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വം കൊടുക്കണം, ഇല്ലേ? ഇനി അടുത്തത് ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം. അതായത് നമ്മൾ അടുത്ത് തിരിച്ചറിയേണ്ടതെന്നറിയാമോ? എന്നെ സഹായിക്കാൻ ഒരു കർത്താവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. എന്നെ സഹായിക്കാൻ ഒരു കർത്താവുണ്ട്. മനസ്സിലായോ? എൻ്റെ ജീവിതത്തിലെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് എന്നെ എല്ലാമാക്കി മാറ്റുന്ന ഒരു കർത്താവുണ്ട്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാത്ത അവസ്ഥയിൽ നിന്നും തമ്പുരാൻ നമ്മളെ ഉയർത്തും. മക്കളെ, തമ്പുരാൻ നമ്മളെ ഉയർത്തും, യാതൊരു സംശയമില്ല. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എൻ്റെ ആത്മീയ ജീവിതം ഞാൻ പറഞ്ഞുതരാം. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ വചനം പറയുന്നുണ്ടല്ലോ. അതായത് സെമിനാരിയിൽ ഞാൻ മൈക്കെടുത്ത് ഒരു വാക്കും പറയില്ല, സ്റ്റേജിൽ കയറി ഒരു കാര്യം ഞാൻ പറയില്ല. എന്നെ അറിയുന്നവർക്കറിയാം. കാരണം എനിക്ക് ഭയമാണ്. രണ്ടാമത് സെമിനാരിയിൽ ഞാൻ വലിയ ബ്രില്യൻ്റൊന്നും ആയിരുന്നില്ല, വലിയ കഴിവൊന്നുമില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു കഴിവില്ലാതിരുന്നവനാണ് ഞാൻ. എന്നെ സഹായിക്കാൻ എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വേണം കേട്ടോ. കുറ്റം പറയാതെ ചേർത്ത് നിർത്താൻ, ഒന്ന് പുറകിൽ നിന്ന് ഒന്ന് തള്ളിവിടാൻ നമ്മുടെ കൂടെ ആരെങ്കിലും വേണം. കുറ്റം പറയാൻ ആരെങ്കിലും കാണും മക്കളെ, പക്ഷെ കുറ്റം പറയാനല്ല. തകർന്ന് കിടക്കുമ്പോഴും കൂടെ വിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ, ബാക്കി ദൈവം നോക്കിക്കോളും. മനസ്സിലായോ? അപ്പം അത് എൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞു തരുന്നേ. അങ്ങനെ ജീവിച്ചവനാണ് ഞാൻ വലിയ കഴിവുള്ളവനൊന്നുമല്ല. ഞാൻ ഏതാണ്ട് ഈ ഒരു 4 വർഷത്തിനിടയ്ക്ക് 150ഓളം പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. 150ഓളം പള്ളിയിൽ. അത് ദൈവം വളർത്തും മക്കളെ, ദൈവം വളർത്തിക്കോളും. അങ്ങനെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് എൻ്റെ മക്കളെ ഞാനുള്ള പറയട്ടെ, ഞാൻ എൻ്റെ കഴിവിന് പരമാവധി പ്രാർത്ഥിക്കില്ല എന്ന് പറയത്തില്ല, പ്രാർത്ഥിക്കാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ രാത്രിയിലൊക്കെ ഞാൻ നേരത്തെ പള്ളിയിൽ രാത്രിയിൽ 12 മണി 1 മണി 2 മണി വരെയൊക്കെ ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കും. ഇതൊന്നും മിണ്ടൂല, വെറുതെ ഇരിക്കും. അവിടെ നിന്ന് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ ദർഗയിൽ തല വെച്ച് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. രാത്രി കരോള് കഴിഞ്ഞ് വന്നവരാണ് വിളിച്ചോണത്തിയത്. ഒരു ദിവസം ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അന്ന് അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ, എനിക്ക് ജീവിതത്തിൽ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു ഫാമിലി ധ്യാനം കഴിഞ്ഞ് കാണാൻ വന്നു. ഒരു മകള് എന്തോ കണ്ട് പേടിച്ച് മാത്രമല്ല, മന്ത്രവാദം ആ ഭവനത്തിൽ, മന്ത്രവാദം. അങ്ങനെ മന്ത്രവാദത്തിൽ ജീവിച്ച ഒരു കുടുംബത്തിലൊരു മകള് എല്ലാം തകർന്ന്, വിവാഹം നടക്കുന്നില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ വന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ഇവളുടെ തലയിൽ കൈവച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. ഇടി വെട്ടിയോളം ഇവൾ താഴെ വീണു. അന്നേരം താഴെ വീഴുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. താഴെ വീണു.
അതിനുശേഷം പിന്നെ ഹന്ന വെള്ളമൊക്കെ തളിച്ച് അവളെ പിന്നെ ഉണർത്തി കൊണ്ടിരുത്തി ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ച് അവളെ ബലപ്പെടുത്തി. അതിനുശേഷം ഞാൻ ഒരു ഹൈന്ദവ കുടുംബമായിരുന്നു അവൾ, ഹൈന്ദവ കുടുംബം. ഞാൻ വെള്ളം വെഞ്ചരിച്ച് ഞാൻ അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വീട്ടിൽ തളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി. ഞാൻ ഞാൻ വേറൊരു പള്ളിയിലാണ്, ആ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ പള്ളിയിൽ വന്നു. 2-3 ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച അത്രയും കഴിഞ്ഞപ്പോൾ എന്നെ ആ പള്ളിയിലെ കപ്പിയാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അന്ന് ആ ധ്യാനത്തിന് അച്ഛനെ കാണാൻ ഒരു കുടുംബം വന്ന് ഇങ്ങനെ അച്ഛൻ വെള്ളം വെഞ്ചരിച്ച് കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞാൽ കൊടുത്തായിരുന്നു. അച്ഛാ അന്ന് അച്ഛൻ വെഞ്ചരിച്ച വെള്ളം അവരുടെ വീട്ടിൽ തളിച്ചപ്പോൾ അവർ പറഞ്ഞ അനുഭവമാണ്. ഹിന്ദുക്കളാണ്, അവർ തളിച്ചു, വെറുതെ അവർ എന്തോ തളിച്ചപ്പോൾ ഒരു കറുത്ത രൂപം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് അവർ കണ്ടു എന്ന് പറഞ്ഞു. ഒരു കറുത്ത രൂപം. എൻ്റെ മക്കളെ, അതിനുശേഷം അവളുടെ മുടങ്ങിക്കിടന്ന വിവാഹത്തിൻ്റെ ആലോചനകൾ വന്നു. അതായത് ഒരു കല്യാണാലോചന അവൾക്ക് വന്നു. നടന്നോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല, കല്യാണാലോചന ആ കുട്ടിക്ക് വന്നു എന്ന് പറഞ്ഞു. അത് പറയുന്നത് എൻ്റെ കഴിവല്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ. പറയാം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ആരെങ്കിലും ഒരു അടി തന്നാൽ പോലും തിരിച്ചു കൊടുക്കാൻ കൽപ്പില്ലാത്തവനാ. പക്ഷേ എനിക്കറിയാം തമ്പുരാൻ എന്നെ നോക്കിക്കോളൂ. ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തമ്പുരാൻ നിങ്ങളെ വളർത്തും, തമ്പുരാൻ നിങ്ങളെ ഒരുക്കും. നിയമാവർത്തനം ഹെബ്രായർ 6:13 മുതൽ 20 വരെ ഒന്നെടുക്കാമോ? ഹെബ്രായർ 6:13 മുതൽ 20 വരെ ഒരു വാക്യം അവിടെ ഞാൻ വായിച്ചു തരാം, നിങ്ങൾ നോക്കിയാൽ മതി. ഹെബ്രായർ 6:13-20 വരെ. ദൈവം അബ്രഹാത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യാൻ അവൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശപഥം ചെയ്തു. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പം പറയുകയാണ്, അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും പറയാം, ദൈവമാണ് സത്യം അല്ലേ? അങ്ങനെ പറയാൻ പാടില്ല, ദൈവത്തെ കൊണ്ട് ആണയിടരുതെന്ന അല്ലേ? പക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചോ. അപ്പം ഞാൻ ദൈവമാണ് സത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? എന്നെക്കാളും വലുതാണ് ദൈവം അല്ലേ? ചില കുഞ്ഞുങ്ങളൊക്കെ പറയുന്നില്ലേ, അമ്മയാണ് സത്യം എന്ന് അല്ലേ? ചില മക്കളൊക്കെ പറയത്തില്ലേ? അപ്പോൾ എന്താ, ആ കുഞ്ഞിനേക്കാളും വലുതാണ് ആര്? ആ കുഞ്ഞിൻ്റെ അമ്മ അല്ലേ, അപ്പൻ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ പറയുക, ദൈവം അബ്രഹാത്തിന് കൊടുത്ത വാഗ്ദാനം എന്താ? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കുന്ന, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരൊക്കെ ഞാനും അനുഗ്രഹിക്കും ഇല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു വാഗ്ദാനം, വലിയൊരു ജനതയാക്കും, ആ വാഗ്ദാനം അത് നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് അല്ലേ, തന്നെ കൊണ്ട് തന്നെ ശബ്ദം ചെയ്തു അല്ലേ? ദൈവത്തെക്കാൾ വലിയവനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ദൈവത്തെ കൊണ്ട് തന്നെ ശബ്ദം ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് മക്കളെ, ദൈവം ആരാ? വലിയവനാ. ഇത് മറക്കരുത് കേട്ടോ. ദൈവം വലിയവനാ. വീണ്ടും, നിന്നെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അതിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന, മനസ്സിലായോ? അതായത് ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് ഇങ്ങനെ ചുരുങ്ങിയിരിക്കില്ല. അത് ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് വർദ്ധിക്കുന്നതാ. ഹല്ലേലൂയ. ഞാൻ നിന്നെ സമ്പന്നനാക്കുമെന്ന് ദൈവം വാഗ്ദാനം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ മൂടപ്പെട്ട് അല്ലെങ്കിൽ പൊതുക്കെട്ടിനകത്തിരിക്കില്ല. അത് എന്താ പറഞ്ഞേ, അത് പുറത്തേക്ക് വരും ഇല്ലേ? അത് പുറത്തേക്ക് വരും, അത് വർദ്ധിക്കും. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അതാ മക്കളെ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കില്ല. ഒരുപക്ഷെ അൽഫോൺസ് അച്ഛനോ അല്ലെങ്കിൽ ജെറി സിസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നമ്മളൊക്കെ പറയുന്ന ഒരു വാക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഇരുന്നെന്ന് വരാം. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കില്ല, അത് വർദ്ധിക്കും. അതാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ഒരു പവർ. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ഒരു പവർ. ദാനിയേൽ പൂണിത്തലച്ചന്റെ ഒരു മനോഹരമായ ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. യാബസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി, ഒരു മനുഷ്യനെ പറ്റി അച്ഛൻ പറയുന്ന ഒരു സംഭവമുണ്ട്. യാബസ് 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിലാണ്. യാബസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വേദനിക്കുന്നവൻ. യാബസിന്റെ അമ്മ യാബസിന് ജന്മം കൊടുത്തപ്പോൾ ഈ സ്ത്രീ അമ്മ പറയുകയാണ്, ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യാബസിന് പേരിട്ട, വേദനിക്കുന്നവൻ. അങ്ങനെയുള്ള യാബസാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്റെ അതിരുകളെ നീ വിസ്തൃതമാക്കണമേ, എന്റെ അതിരുകളെ നീ വിസ്തൃതമാക്കണമേ. ഒന്നിനും കൊള്ളാത്ത എന്നെ, എല്ലാവരും ഉപേക്ഷിച്ച എന്നെ, സാമ്പത്തികമായ പ്രയാസം നേരിടുന്ന എന്നെ, പാപാവസ്ഥയിലായിരിക്കുന്ന എന്നെ, മരണത്തിലായിരിക്കുന്ന എന്നെ, എല്ലാവരും തള്ളിക്കളഞ്ഞ എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, അപ്പാ നീ അനുഗ്രഹിച്ച് എന്നെ അതിരുകളെ വിസ്തൃതമാക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്ക്, മുട്ടുകുത്തി പ്രാർത്ഥിക്ക്. തമ്പുരാൻ ഉയർത്തും നിന്നെ. ഇത് എന്റെ ജീവിതം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. മുട്ടുകുത്ത്, തമ്പുരാന് മുമ്പിൽ മുട്ടുമേ നിൽക്ക്.
തമ്പുരാൻ ഉയർത്തും നിങ്ങളെ. കാരണം തമ്പുരാനതാ, അവൻ വാക്ക് വിശ്വസ്തനും വാക്കുമാറാത്തവനുമാ. ഇല്ലേ? ആകാശം ഭൂമി മാറിപ്പോകും, എന്നാൽ കർത്താവിൻ്റെ വാക്ക് ഒരിക്കലും മാറില്ല, ഒരിക്കലും മാറില്ല. ഇത് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ മുമ്പോട്ട് ജീവിക്കാമോ? ഈ ഒരു വർഷമല്ല, നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങൾ ജീവിച്ചു നോക്ക്. തകർച്ചയുണ്ട് മക്കളെ, പ്രയാസം. ആർക്കാ ഇല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും? എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരച്ഛൻ എന്നോട് പറയാ, അച്ഛാ പ്രാർത്ഥിക്കണം, എൻ്റെ പപ്പയ്ക്ക് ക്യാൻസറാ, എൻ്റെ പപ്പയ്ക്ക് ലിവർ ക്യാൻസറാ, പ്രാർത്ഥിക്കണം. അച്ഛൻ കുർബാന ചൊല്ലാറില്ലേ? അച്ഛൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയല്ലേ? ആ അച്ഛൻ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതല്ലേ? എന്നിട്ട് അച്ഛൻ ഇത് വന്നെന്താ? വരും മക്കളെ, എല്ലാവർക്കും പ്രയാസമുണ്ടാകും, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. മനസ്സിലായോ? നിങ്ങൾ സിസ്റ്ററിനോടൊക്കെ ചോദിച്ചു നോക്കണം. സിസ്റ്റർ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞ ആളത്തിലായിരിക്കും. സിസ്റ്റർ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. നിങ്ങൾ ചോദിക്കണം. സിസ്റ്റർ പറയും സിസ്റ്ററിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ. തമ്പുരാൻ നടത്തുന്നുണ്ടോ? നടത്തും. മനസ്സിലായോ? അത് ആ യാബസ് പ്രാർത്ഥിച്ച പോലെ മുട്ടമ്മയൊന്ന് വീഴണം. തക്ക സമയത്ത് കർത്താവ് നിന്നെ ഉയർത്തും. നമുക്ക് തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം മക്കളെ. ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ എല്ലാ രോഗികളെയും, സാമ്പത്തികമായ പ്രയാസം നേരിടുന്നവരുണ്ട്, രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് ആരും സഹായിക്കാനില്ലാത്ത നമുക്ക് കുടുംബങ്ങളുണ്ട്. യേശുവിലല്ലാതെ വേറെ ആരിലും ആശ്രയം വെച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈശോയുടെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. ഈശോ നിങ്ങളെ വഴി നടത്തും. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം.